പത്തരമാറ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളെ നവ്യയാണെങ്കിൽ നമ്മൾ ആദർശൻ നയനയാണെങ്കിൽ ഓഫീസിൽ നിന്ന് വരുന്നുണ്ട് കേട്ടോ. ആ ടൈമിലാണെങ്കിൽ നവ്യ അവരുടെ അടുത്ത് എന്തൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് ഉടക്കാൻ വേണ്ടി ചെല്ലുന്നുണ്ട്. ചെല്ലുന്ന സമയത്ത് നമ്മൾ നയനയാണെങ്കിൽ കുറേയൊക്കെ ക്ഷമിച്ച് നിൽക്കും. പിന്നെ നയനയും പൊട്ടിത്തെറിക്കുന്നുണ്ട് കേട്ടോ. അപ്പം നയന പറയുന്നുണ്ട്, ചേച്ചി എനിക്കൊന്നും അറിയത്തില്ല എന്ന് പറഞ്ഞുകൊണ്ടൊന്നും ചേച്ചി ഇരിക്കരുത്. പിന്നെ ഞാനൊന്നും പറയാത്ത കാര്യമെന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ബലഹീനത കുറവ് കൊണ്ടാണെന്നുള്ള കാര്യം ചേച്ചി വിചാരിക്കേണ്ട. പിന്നെ ഞാൻ എന്തെങ്കിലും പറഞ്ഞാലും അതിന് എല്ലാം കുഴപ്പം ചേച്ചിക്കിൻ്റെ ജീവിതം തന്നെ ആയിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ നയന പറയുന്നുണ്ട്, എന്തായാലും ഓരോരുത്തരുടെ ജീവിതം ഇല്ലാതാക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് എല്ലാം ഞങ്ങളായിട്ടും പറയാതെ ഇങ്ങനെ നടക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മൾ നയന പറയുന്നുണ്ട്, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എന്നെക്കൊണ്ട് എന്തെങ്കിലുമൊക്കെ പറയിപ്പിച്ചാൽ ചേച്ചിക്ക് തന്നെ കുഴപ്പം, അവസാനം ചേച്ചി തന്നെ ഇരുന്ന് കരയാൻ പോകുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ നയനയാണെങ്കിൽ അകത്തോട്ട് കയറിപ്പോകുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ നവ്യയാണെങ്കിൽ ടെൻഷൻ ഇരിക്കും, എന്താ നയന ഇങ്ങനെയൊക്കെ പറഞ്ഞതെന്ന് ആലോചിച്ചിട്ടുള്ള ഒരു ടെൻഷനൊക്കെ ഉണ്ട് കേട്ടോ. എന്തോ എന്നെ ഉദ്ദേശിച്ചതെന്ന് അറിയത്തില്ലല്ലോ. എന്തായാലും എന്നെ സംബന്ധിച്ച് എന്തെങ്കിലും ആണോ, എന്തോ പന്തികേടൊക്കെ ഉണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. എന്താ ഞാൻ കരയുമെന്നൊക്കെയാണല്ലോ നയനെ പറഞ്ഞതെന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. നവ്യാണെങ്കിൽ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്, ഇനിയിപ്പം ചന്തുമോളുടെ അച്ഛൻ ഇപ്പം ആദർശേട്ടനല്ലേ, അതോ ഇനി മറ്റാരെങ്കിലും ആണോ എന്നൊക്കെയുള്ളൊരു സംശയം നമ്മൾ നവ്യയുടെ ഉള്ളിൽ വരുന്നുണ്ട് കേട്ടോ. അപ്പം നവ്യ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്, ഇനിയിപ്പം ആദർശേട്ടനല്ലാതെ ഇനി വേറെ ആരെങ്കിലും ആണോ എന്നൊക്കെ ഉള്ളൊരു കാര്യമൊക്കെ തിരക്കി. എന്തായാലും നമ്മളെ നവ്യാണെങ്കിൽ അതിനെക്കുറിച്ചൊക്കെ തിരക്കാൻ വേണ്ടിയൊക്കെ ഇങ്ങനെ നെട്ടോട്ട് ഓടാനൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും ഇതിനെക്കുറിച്ച് നമ്മൾ നവ്യാണെങ്കിൽ നന്ദുവിൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. നമ്മൾ നവ്യാണെങ്കിലും നന്ദുവിനെ കാണാൻ പോകുന്ന സമയത്ത് നന്ദുവിൻ്റെ അടുത്ത് ഇതിനെക്കുറിച്ച് ഇങ്ങനെ സൂചിപ്പിക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് എന്തായാലും കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് അറിയണം. പിന്നെ ഇത് കണക്ക് ഞാൻ എപ്പോഴാണെങ്കിലും ആദർശേട്ടനെ കുറ്റപ്പെടുത്തുവാണെങ്കിൽ നമ്മൾ നയനാണെങ്കിൽ എപ്പോഴും എന്നെ പിന്നെ വഴക്ക് ഇങ്ങനെ പറഞ്ഞേ വരത്തുള്ളൂ. കാര്യം വെച്ചാൽ ആദർശേട്ടനെ സപ്പോർട്ട് ചെയ്താണ് നയന സംസാരിക്കുന്നത്. ഒരു പെണ്ണും ക്ഷമിക്കാത്തൊരു കാര്യമാണ് ഇങ്ങനെ ആദർശേട്ടൻ ചെയ്തെന്ന് പറഞ്ഞിട്ട് പോലും നയനയാണെങ്കിൽ ആദർശേട്ടനെ സപ്പോർട്ട് ചെയ്താണ് സംസാരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴാണെങ്കിലും ഞാൻ പറയുന്ന സമയത്ത് നമ്മൾ നയനാണെങ്കിൽ പറയും, ഞാൻ സത്യങ്ങൾ പറഞ്ഞിട്ട് ചേച്ചിയായിരിക്കും കരയാൻ പോകുന്നതെന്നൊക്കെ ഇങ്ങനെ പറയുമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് നിനക്ക് എന്തെങ്കിലും അറിയാമെന്നൊക്കെ നമ്മളെ നന്ദുവിൻ്റെ അടുത്ത് ചോദിക്കുമ്പോഴത്തേക്ക് ഉള്ളിലൊരു പേടിയോടെ ആയാലും നമ്മളെ നന്ദു പറയുന്നുണ്ട്, ഇല്ല ചേച്ചി എനിക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല, എൻ്റെ അടുത്ത് ഇതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറയാം. എന്നിട്ട് നമ്മൾ നന്ദു പറയും, ഇതിൻ്റെ അകത്ത് എന്തോ ഒരു ദുരൂഹതകളൊക്കെ ഉണ്ടെന്നുള്ള ഒരു കാര്യം എനിക്കും തോന്നിയിട്ടുണ്ടെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ നമ്മൾ നവ്യ ചോദിക്കുന്നുണ്ട്, അപ്പം നിനക്ക് ഇതിനെക്കുറിച്ച് അന്വേഷിച്ചൂടെ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് നമ്മൾ നന്ദു പറയുന്നുണ്ട്, അത് എനിക്കങ്ങനെ അവരൊരു പരാതിയൊന്നും എൻ്റെ അടുത്ത് തന്നിട്ടില്ലല്ലോ, തരാതെ എനിക്ക് ഇതിനെക്കുറിച്ചൊന്നും അന്വേഷിക്കാൻ പറ്റത്തില്ല എന്ന് പറയുമ്പോഴത്തേക്ക് പിന്നെ നമ്മൾ നവ്യാണെങ്കിൽ ചോദിക്കുന്നുണ്ട്, എന്നാൽ എനിക്ക് വേണ്ടി നീ ഇതൊന്ന് എനിക്ക് അന്വേഷിച്ച് തരുമോ എന്ന് ചോദിക്കും കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മൾ നന്ദു പറയുന്നുണ്ട്, അതിപ്പം എനിക്കിപ്പം ആദർശേട്ടനെയും ചന്തുമോളെയും കുറിച്ച് അന്വേഷിക്കണമെങ്കിൽ എനിക്ക് അവിടെ ഉള്ളവർ എനിക്ക് പരാതി തരണം, അല്ലാതെ എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് നമ്മൾ നവ്യ പറയുന്നുണ്ട്. ശരി, അപ്പം നീ കണ്ടുപിടിക്കേണ്ട, ഞാൻ കണ്ടുപിടിച്ചോളാം എന്നൊക്കെ പറഞ്ഞിട്ട് നവ്യ അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നവ്യ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്, ഇനിയിപ്പം അഭിയെടുത്തൊന്ന് പറഞ്ഞാലോ എന്നിങ്ങനെ ആലോചിക്കും. പിന്നെ വിചാരിക്കുക വേണ്ട, അഭിയെടുത്ത് പറയണ്ട എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഇനി വലിയ പ്രശ്നം വേറെ എന്തെങ്കിലുമൊക്കെ ആവുമെന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് നമ്മളെ നവ്യ ഇങ്ങനെ പറയുന്നുണ്ട്, ഇനി അഭിക്ക് നിങ്ങാണോ എന്തെങ്കിലും തെറ്റ് പറ്റിയതായിരിക്കുമോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്. പിന്നെയും ഇല്ല, ചന്തുമോളെ കാര്യം പറയുമ്പോഴത്തേക്കും അവനിക്ക് ദേഷ്യവും ഒഴിഞ്ഞു മാറ്റമല്ലോ ഒക്കെ ആണല്ലോ എന്ന് പറയും. ഇപ്പം പിന്നെ നമ്മൾ നവ്യ തന്നെ ചിന്തിക്കുന്നുണ്ട്, ഇപ്പം അഭിയെല്ലാം ആണെങ്കിൽ എന്നേ നയന അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറയുമെന്നൊക്കെ ഇങ്ങനെ നവ്യ ഇങ്ങനെ ചിന്തിക്കുവാണ്. അപ്പോൾ ഇതറിഞ്ഞാൽ ഞാൻ കരയുമെന്നല്ലേ പറയുന്നത്. അപ്പോൾ അഭിയെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും കാര്യങ്ങളാണോ, അതോ ഇനി അഭിയും കൂട്ടുകാരും ചേർന്ന് എന്തെങ്കിലും ചെയ്തോ, ഒന്നും അറിയാൻ വയ്യല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ നമ്മൾ നവ്യാണെങ്കിൽ പിന്നെ അനഘയെ കാണാൻ പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ അനഘയുടെ അടുത്ത് പോയി നവ്യ അങ്ങനെ ഓരോന്നൊക്കെ സംസാരിക്കുമ്പോൾ നമ്മൾ അനഘയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരല്ലാതെ വേറെ ഒന്നും ഒരു മാറ്റങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോഴത്തേക്കും നമ്മൾ നവ്യാണെങ്കിൽ അവിടെ നിൽക്കുന്ന ചേച്ചിയെടുത്ത് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, പിന്നെ എനിക്ക് ഇതിനെക്കുറിച്ച് സത്യങ്ങളും കാര്യങ്ങളൊക്കെ അറിയണം, അതിപ്പോൾ ഞാനാ ചോദിക്കുന്നതെന്ന് വെച്ചിട്ടോ അല്ലെങ്കിൽ അനഘയ്ക്ക് എന്തെങ്കിലും പ്രശ്നം വരുമെന്നും ചൊല്ലിയിട്ടോ ചേച്ചി ഒന്നും പറയാതിരിക്കരുത്, എനിക്കിതിനെക്കുറിച്ചുള്ള സത്യങ്ങളൊക്കെ എനിക്ക് അറിയണമെന്ന് പറയും. സത്യമാണ് എനിക്ക് അറിയേണ്ടത്, അതുപോലെ തന്നെ ചന്തുമോളുടെ അച്ഛൻ ആരാണെന്നുള്ള കാര്യം നിങ്ങൾക്ക് എന്തായാലും അറിയാതിരിക്കത്തില്ല, നിങ്ങൾക്ക് എന്തായാലും അതിനെക്കുറിച്ച് അറിയാതിരിക്കും, അറിയാമെങ്കിൽ അതിനെക്കുറിച്ചുള്ള സത്യം എന്തായാലും എൻ്റെ അടുത്ത് നിങ്ങൾ പറയണമെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ നവ്യാണെങ്കിൽ കരഞ്ഞുകൊണ്ടാണ് കേട്ടോ ചേച്ചിയെടുത്ത് സംസാരിക്കുന്നത്. അതുകൊണ്ട് നമ്മളെ നവ്യ പറയുന്നുണ്ട്, എൻ്റെ നയന പോലും ഇതിനെക്കുറിച്ച് പറയുന്നില്ല, എന്നെ സംബന്ധിക്കുന്ന കാര്യം ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു അവളും ഇതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല, അപ്പം എനിക്കിതിൻ്റെ സത്യാവസ്ഥ എനിക്ക് അറിയണമെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്ക് നമ്മൾ ആ ചേച്ചി പറയുന്നുണ്ട്, എന്തായാലും മോൾ എൻ്റെ അടുത്ത് വേറെ വിഷമങ്ങളോ ഒന്നും എൻ്റെ അടുത്ത് തോന്നരുത്, നമുക്ക് സങ്കടപ്പെടരുത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം മോളത് സഹിച്ച് പിടിച്ച് നിൽക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, മോളെ നയന നിൻ്റെ അടുത്ത് പറയാത്തത് കാരണം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ചന്തുമോളുടെ
ചന്തുമോളുടെ അച്ഛൻ അഭിയാണ്, അതുകൊണ്ടാണ് നയനെ ഒന്നും പറയാത്തതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുമ്പോഴത്തേക്കും നമ്മളെ നവ്യയ്ക്കാണെങ്കിൽ തല ചുറ്റിയൊക്കെ വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നവ്യയാണെങ്കിൽ ഒന്നും കൂടെ പറയുന്നുണ്ട്, ഒന്നും കൂടെ നിങ്ങൾ പറഞ്ഞത് സത്യമാണെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് നമ്മളെ ചേച്ചി പറയുന്നുണ്ട്, അതേ മോളെ ഇവിടുത്തെ അഭി തന്നെയാണ് ചന്തുമോളുടെ അച്ഛനെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളെ നവ്യ പറയുന്നുണ്ട്, എനിക്കെന്തോ ഞാനിവിടെ ഇങ്ങോട്ട് വരുന്ന സമയത്തും ഞാൻ പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ വന്നത്, എന്തായാലും അഭി ആയിരിക്കല്ലേ എന്നുള്ള ഇതിൽ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചിട്ടൊക്കെ ഞാൻ ഇങ്ങോട്ട് വന്നതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളെ നവ്യയാണെങ്കിൽ ഇതെല്ലാം കൂടെ കേട്ട് ഒരു ഷോക്കിൽ നിൽക്കുകയാണ് നമ്മളെ നവ്യ കേട്ടോ. അപ്പം ഇതൊക്കെയായിരുന്നു ഇന്നത്തെ എപ്പിസോഡായിട്ട് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടുതലുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.